ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോവളത്തെ ഉദയസമുദ്രയിൽ തന്നെയാണ് നമ്മളിപ്പോഴും. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ വന്ന ദിവസം തന്നെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ ഉദയസമുദ്ര ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സൂര്യാസ്തമയം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് റിസോർട്ടിൻ്റെ വ്യത്യസ്തമാർന്ന ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത്. നേരെ താഴെ ഇറങ്ങി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹെർബൽ ഗാർഡൻ്റെ മുന്നിലൂടെ നടന്ന് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കോർട്ടിയ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള നല്ലൊരു വൈബുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നേരെ നടന്ന് റിസപ്ഷനെല്ലാം പിന്നിട്ട് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഷോപ്സും കുറച്ച് റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഈ റോഡിൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബെല്ലാം, പക്ഷെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് തെരുവട്ടിയെല്ലാം അവിടെ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. വെറുതെ പട്ടിയുടെ കടികളുണ്ടെന്ന് വിചാരിച്ച് വീണ്ടും തിരിച്ച് നമ്മൾ റിസോർട്ടിനകത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. കുറച്ചേറെ നേരം നൃത്തമെല്ലാം കണ്ടതിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ പൂളെല്ലാം ഉള്ള ആ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പം കാണുന്നത്. ലൈറ്റൊക്കെ ആയിട്ട് ഡേ ലൈറ്റിൽ കണ്ട ആ ഒരു ഏരിയ അല്ല, ഭയങ്കര രസമാണ്. ഇവിടെ നിൽക്കുമ്പോൾ പൂളിൽ നമ്മുടെ ഉദയസമുദ്രയിലെ ആ ഒരു കഥകളി രൂപത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷനൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ്. കുറേ നല്ല ഫോട്ടോസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അത് ഈ ഇതിൽ കാണുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം അത് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ഒരു പൂളിൻ്റെ എല്ലാം തൊട്ട് ചേർന്ന് തന്നെ റീയൂണിയൻ എന്ന പേരിൽ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അവിടെ ഫോറിൻ ഗസ്റ്റ് എല്ലാം കൂടുതൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ ഷൂട്ട് ചെയ്യാത്തത്. ഈ ഒരു ബാറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഡിന്നർ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ കോർട്ടിയാട് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടുത്തെ മെനു എല്ലാം ചേച്ചിയും നന്ദും കൂടെ ഇങ്ങനെ ഓടിച്ച് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കറങ്ങിയപ്പോൾ കണ്ട രസകരമായ ഒരു കോട്ടാണ് ഈ കാണുന്നത്. പിന്നെ മെനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു ഐറ്റവും ഇല്ല. ഇറ്റാലിയൻ, കോണ്ടിനെൻ്റൽ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറബിക്, മെഡിറ്ററേനിയൻ, നമ്മുടെ കേരള സ്റ്റൈൽ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക കുസീനും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് പറ്റിയ കുറച്ച് സംഭവങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ കോർട്ടിയാട് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മിക്സഡ് ഗ്രില്ല്. അതിൽ ലാമ്പും ചിക്കനും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു ഗ്രില്ല് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോൺസ് തവ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്, വെജ് പുലാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു? നമ്മുടെ ബേബി കോൺ 65 ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ച് പപ്പടം എല്ലാവർക്കും ഒരു സ്റ്റാർട്ടറായിട്ട് അവർ സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു രീതിയാണ്. പിറകെ തന്നെ നമ്മുടെ ബേബി കോൺ 65ഉം അതുപോലെ തന്നെ പ്രോൺസ് തവ ഫ്രൈ എത്തിയിട്ടുണ്ട്. പ്രോൺസ് തവ ഫ്രൈ ആണെങ്കിൽ നമ്മുടെ കേരളീയ രീതിയിൽ നല്ല എരിവുള്ളൊരു മസാലയായിട്ടൊക്കെ വന്ന മികച്ച ഒരു ഡിഷ് തന്നെയായിരുന്നു. ഇനി ബേബി കോൺ 65 ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേബി കോൺ, സിമ്പിളായിട്ടുള്ള ഒരു മസാല കോട്ടിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബേബി കോൺ 65 നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്, അടിപൊളി. ഇവിടെ കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ആയില്ല അതിന് മുമ്പ് ബേബി കോൺ 65 ഫിനിഷായി.
അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട്, മിക്സഡ് ഗ്രില്ല്. ഇതിൽ ബേക്കൺ, ചിക്കൻ, ലാം, ചിക്കൻ സോസേജ്, ഫ്രഞ്ച് ഫ്രൈസ്, ഗ്രില്ല് ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ്, അടിപൊളി ഒരു സാലഡ് ഒക്കെ ആയിട്ട് വന്ന ഒരു ഡിഷാണ്. ഇതൊരു 5 സ്റ്റാർ സ്റ്റൈലിലെ കിടിലം ഒരു ഡിഷായിരുന്നു. നല്ല ഫ്ലേവർഫുള്ളും നല്ല രുചിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ ലാം അല്പം ഓവർ കുക്ക്ഡാണ്, അതുകൊണ്ട് കുറച്ച് ചൂയായിരുന്നു. അത് മാത്രം കുറച്ചൊന്ന് പാളിപ്പോയി. പിറകെ തന്നെ വെജ് പുലാവ്, നാരങ്ങാച്ചാറും യോഗട്ട് സലാഡും ഒക്കെ ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ ബട്ടർ നാനും ഉണ്ട്. ബട്ടർ നാനിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ പുലാവ്, അത് നല്ല ക്വാളിറ്റി ഡിഷ് തന്നെയായിരുന്നു. നമ്മുടെ തവ ഫ്രൈ ചെയ്ത പ്രോൺസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ കോർട്ട്യാർഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് സീ സൈഡിലെ നൈറ്റ് വ്യൂസ് എൻജോയ് ചെയ്യാനായിട്ടാണ്. ഇതുവഴി മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ പൂളിൻ്റെ എല്ലാ സൈഡിലായിട്ട് ഒരു കോഫി ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ഇതുവഴിയെല്ലാം പാസ് ചെയ്ത് പോയതാണ്. അന്നേരം ഇത് ക്ലോസ്ഡ് ആയിരുന്നു തോന്നുന്നു. അന്നേരം ശ്രദ്ധയിൽ ഇത് വന്നില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ലൈറ്റ്സ് ഒക്കെ വന്ന് മൊത്തത്തിൽ വേറൊരു ലുക്കാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടാണോ, ലൈറ്റ്സിൻ്റെ ആ ഒരു മൊത്തത്തിൽ ആംബിയൻസ് എല്ലാം മാറിയിട്ടുണ്ടാണോ, ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ നടന്നു പോകുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ്. ഈ ഒരു കോഫി ഷോപ്പിൻ്റെ സൈഡിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഞങ്ങളുടെ റൂമെല്ലാം ഉള്ള ആ ഒരു ഏരിയയിൽ എത്തിച്ചേരാം. അവിടെ കോർണറിലായിട്ട് നമ്മൾ വൈകുന്നേരം സ്നാക്സ് കഴിച്ച ആ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അതിൻ്റെ മുന്നിലായിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പൂളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് പോയത്. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ രാത്രിത്തെ ആംബിയൻസ് ഉണ്ടോ, സൂപ്പറാണ്. നല്ല ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഉദയസമുദ്രയും അതിൽ ചേർന്ന് ഇത്ര മനോഹരമായൊരു ബീച്ചും എല്ലാമായിട്ട് അടിപൊളിയാണ് കേട്ടോ. ബീച്ച് സൈഡിലൂടെ എല്ലാം കുറേ നേരം ഇങ്ങനെ ചുറ്റി നടന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യൂ കിട്ടുന്ന ഒരു ഐഡിയ ആയിട്ട് നേരെ ലിഫ്റ്റ് കയറി റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടം ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൈഡ് വാളിലൊക്കെ ആണെങ്കിൽ കുറച്ച് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം പ്രത്യേക രീതിയിലെല്ലാം അറേഞ്ച് ചെയ്ത് നല്ലൊരു എസ്തെറ്റിക്ക്. ഇവിടെ നമുക്കൊരു ഗെറ്റ് ടുഗദറൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് കാണുന്നത് ലീലക്കോളമാണ്. ഇത്രയും ഉയരത്തിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കുമ്പോൾ ബീച്ചിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഭംഗിയൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഇവിടെ നിന്നുള്ള വ്യൂ, പകൽ സമയത്തുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. കോവളം ഉദയസമുദ്ര സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ലെങ്തി ആയി പോകണമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തെ എപ്പിസോഡോടെ തീർക്കുന്നത്. അപ്പം നമ്മളിനിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. നാളെ രാവിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതും, പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്ഥലമൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ദ ഷാ ബെഞ്ചിറ്റ്ല ഗാർഡൻ സൈനിങ് ഓഫ്.